ഹലോ നമസ്കാരം. ഞാൻ ബീന ധർമ്മൻ, സൈക്കോളജിസ്റ്റാണ്. കൗൺസിലിങ്ങും സൈക്കോതെറപ്പിയും ട്രെയിനിങ്ങുമാണ് ഇവിടെ നമ്മുടെ സെൻറ്റർ ലൈഫ് ഗൈഡ്, തൃശ്ശൂരിലെ ലൈഫ് ഗൈഡിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊരു ട്രാൻസാക്ഷണൽ അനാലിസിസ് സ്റ്റഡി സെൻറ്ററും കൂടെയാണ്. ഇന്ന് ക്ലബ് FM-ൽ നിന്ന് അനഘ എന്ന് പറയുന്ന ഒരു RJ വിളിച്ച് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ മലയാള മനോരമയിൽ വന്ന പാരൻറ്റിങ്, അതിന് കൊടുക്കുന്ന കോച്ചിങ്, ഈ കാര്യത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഒന്ന് റെക്കോർഡ് ചെയ്യേണ്ടായി. അതിന്ന് തന്നെ അവർ ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വിഷയം തന്നെയാണ് ഞാൻ ഇന്നിവിടെ ഈ വളരെ 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 പ്രധാനപ്പെട്ട ഒരു സംഭവം, കുട്ടികളെ എങ്ങനെ ശരിയായ രീതിയിൽ നല്ല വ്യക്തിത്വവും നല്ലൊരു ലൈഫ് എങ്ങനെ അവർക്ക് കൊടുക്കാം, ഈ ഒരു ആശയം, ഇതിൻ്റെ പ്രാധാന്യം, ഇതിന് കോച്ചിങ് ആവശ്യമാണോ എന്നുള്ളത്. നിങ്ങളിൽ ചിലർക്കെങ്കിലുമൊക്കെ അറിയാം, സ്മാർട്ട് പാരൻറ്റിങ് വർക്ക്ഷോപ്പുകൾ എന്നുള്ള പേരിൽ ധാരാളം വർക്ക്ഷോപ്പുകൾ ഇവിടെ കേരളത്തിൽ ഞാൻ 2010 ഗുണ്ടകളെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് പേജിൽ, മലയാള മനോരമയുടെ തന്നെ കാഴ്ചപ്പാട് പേജിൽ ഗുണ്ടകളെക്കുറിച്ചിട്ടുള്ള പല കണ്ടിന്യൂസ് ആയിട്ടുള്ള ന്യൂസ് വന്നപ്പം ഒരു കുട്ടിയും ഇവിടെ ഗുണ്ടയായി ജനിക്കുന്നില്ല എന്നുള്ളതും, ഇതിൽ പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്താണ്, ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ കുറേ സംസാരങ്ങളും ക്ലാസ്സുകളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വളരെ ക്രിസ്പിയായിട്ട്, ഏറ്റവും പ്രധാനമായിട്ട്, ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ് നമ്മൾ പേരൻസ് ചെയ്യേണ്ടത് എന്നുള്ളത്, എന്താണ് ഇതിലെ ട്രെയിനിങ്, കോച്ചിങ് എന്നൊക്കെ പറയുന്നതിൻ്റെ വർക്ക്ഷോപ്പിൻ്റെയൊക്കെ അത് അറ്റൻഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം. ഇനിയിപ്പോൾ വർക്ക്ഷോപ്പിലൂടെ തന്നെ അല്ലെങ്കിലും ഏത് രീതിയിലായാലും ആ അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ് വിഷയം. ഇവിടെ ന്യൂ പാരൻസ് ആകുന്നതിൻ്റെ മുന്നേ തന്നെ പാരൻസിന് കൊടുക്കുന്ന വർക്ക്ഷോപ്പുണ്ട്. പിന്നെ ഗർഭിണികളായ സ്ത്രീകൾക്ക് മാത്രം കൊടുക്കുന്ന വർക്ക്ഷോപ്പുണ്ട്. പേരൻസ് ആയിട്ടുള്ളവർക്ക് കൊടുക്കുന്ന വർക്ക്ഷോപ്പുകൾ നമ്മുടെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് പാരൻറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്? മുൻപ് ഇതൊന്നും ഉണ്ടായിരുന്നേ ഇല്ലല്ലോ. ശരിയാണ്, മുൻപ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് അറിയില്ല. ഇതൊക്കെ ആഫ്റ്റർ 60 ആണ് ഇങ്ങനത്തെ ഒരു എഡ്യൂക്കേഷനൊക്കെ തുടങ്ങിയിട്ടുള്ളത് ഇവിടെ. നമ്മൾ ഒട്ടും പരിശീലനമില്ലാതെ ചെയ്യുന്ന, എന്നാൽ ഏറ്റവും ആഴമേറിയതും ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടതും ഏറ്റവും ഉദാത്തമായതുമായ ഒരു ജോലി തന്നെയാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. ഇത് നമ്മളൊന്ന് ശരിയായ രീതിയിൽ ഒന്ന് ക്ലാസിക്കലായി ശാസ്ത്രീയമായി അറിഞ്ഞിരുന്നാൽ ഓരോരോ സ്റ്റേജുകളിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട, അതായത് പ്രഗ്നൻസി പീരിയഡിൽ കൊടുക്കേണ്ടത് എന്ത്, ഗർഭാവസ്ഥയിൽ കുട്ടിക്ക് കിട്ടേണ്ടത്, പിന്നെ ഒരു 0 to 6 years വരെ എന്ന് പറഞ്ഞാൽ അതൊരു ബീയിങ് പീരിയഡ് എന്ന് പറയുന്നതാണ്. കുഞ്ഞിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട സമയം തന്നെയാണ്. അപ്പോൾ കൊടുക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മൾക്ക് അറിയില്ലായിരുന്നു ഇതൊക്കെ എന്നുള്ളതാണ് ഒരു എന്താ പറയുക, നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും അറിഞ്ഞല്ലോ എന്നുള്ളതിൽ നമ്മൾക്ക് പോസിറ്റീവായിട്ട് കാണാം. പിന്നെ അത് കഴിഞ്ഞാൽ 1.5 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ കൊടുക്കേണ്ടത് ഒരു പ്രത്യേക കാര്യങ്ങളുണ്ട്. 3 വയസ്സ് വരെ വേറെയാണ്, 6 വയസ്സ് വരെ വേറെ, 3 to 6 വേറെ ചില കാര്യങ്ങളുണ്ട്. ആൻഡ് അഗെയിൻ 6 to 13, 13 to 18 എന്ന് പറയുന്നതൊക്കെ വ്യത്യസ്തമായ പല ആവശ്യങ്ങളും അത്യാവശ്യങ്ങളുള്ളതുമായ ഓരോരോ സ്റ്റേജസ് ആണതൊക്കെ. ആ സമയങ്ങളിലൊക്കെ നമ്മൾ പേരൻസ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ ഒരു മിനിമം ഗ്യാരണ്ടി നമുക്ക് അവരുടെ പേഴ്സണാലിറ്റിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതൊക്കെ പറഞ്ഞാലും ശരി, ഓരോ കാരണവശാലും ഒരാളും പേരൻസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അതുകൊണ്ടാണ് എൻ്റെ പേഴ്സണാലിറ്റി ഇങ്ങനെ ആയി എന്ന് പറയുന്നതിൽ ന്യായമില്ല. അങ്ങനെ പറയാനുള്ള ഒരു റൈറ്റ് നമ്മൾക്കില്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. കാരണം ഒരു പേരൻസും അവിടെ മുതൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയല്ല. ഇത് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്ക്രിപ്റ്റുകളുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു മിനിമം കാര്യം മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുന്നു. പിന്നെ നമ്മൾക്ക് താല്പര്യപ്രകാരമൊക്കെ ഞാൻ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കണം എന്ന് തീരുമാനിച്ചിട്ടുമുണ്ട്. അത് പിന്നീട് തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. ഏറ്റവും മനസ്സ് തുറന്ന് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം കൊടുക്കുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. പിന്നെ നല്ല വാല്യൂസും നല്ല ഡിസിപ്ലിനും കുട്ടികളിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത്, കുട്ടികളുടേതായ
ഇഷ്ടങ്ങൾക്ക് മുഴുവനും വിട്ടുകൊടുക്കലല്ല ശരിക്കും പാരൻറ്റിങ്ങിൽ ചെയ്യേണ്ടത്. എന്നാൽ കൂടുതൽ ആവശ്യമില്ലാതെ കൺട്രോൾ ചെയ്യുക, ചീത്ത പറയുക, അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കുക, ശാരീരികമായി ഉപദ്രവിക്കുക, അവിടെയും അതൊന്നും പാടില്ലാത്തതാണ്. പിന്നെ നല്ല ഉത്തരവാദിത്വ ബോധമുള്ള, നല്ല ലക്ഷ്യബോധമുള്ള ആൾക്കാരായിട്ട് വേണം അവരെ വളർത്താനായിട്ട്. ഒപ്പം ജീവിക്കേണ്ടത് എങ്ങനെ എന്നുള്ള ലൈഫ് സ്കിൽസ് അവരിൽ കിട്ടത്തക്ക, അനുഭവിക്കത്തക്ക രീതിയിലുള്ള ട്രെയിനിങ് അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുകയും വേണം, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട്. കുറച്ച് നമ്മൾ കൊടുത്തു ഇടയിൽ നിർത്തി എന്ന് പറഞ്ഞാൽ അത് വർക്കൗട്ട് ആവില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അവരിൽ ഇപ്പോൾ ഈ ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ഉണ്ടാവുക, പെരുമാറാൻ അറിയുക, ബന്ധങ്ങളെക്കുറിച്ച് അറിയുക, ട്രസ്റ്റ് എന്താണ്, റെസ്പെക്റ്റ് എന്താണ്, വാല്യൂസ്, ഇതെല്ലാം വേണം. അതെല്ലാം പ്രധാനപ്പെട്ട എഗെയിൻ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ അവരെ പഠിപ്പിക്കുക എന്നുള്ളതല്ല പാരൻസിൻ്റെ ജോലി. ഇത് പഠിപ്പിച്ചതുകൊണ്ട് ക്രിയേറ്റഡ് ആയിട്ട് വരില്ല ഒരിക്കലും. നമ്മൾ പേരൻസ് നമ്മളിലൂടെ അതെങ്ങനെയാണെന്നുള്ളത് അവരെ ജീവിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം. അതിനായി പേരൻസിനുള്ള ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കുന്നതാണ്. ഞാൻ എൻ്റെ ഇവിടെ വന്നിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യൂ എന്നുള്ളതല്ല പറയുന്നത്. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന അനേകം പല വിധത്തിലുള്ള പല പ്രശ്നങ്ങൾ നമ്മൾ ന്യൂസ് പേപ്പർ എടുത്തിട്ട് അറിയുന്നതും എല്ലായിടത്തും നടക്കുന്നതുമാണ് അറിയുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമായ സൊല്യൂഷൻ ഇതാണ്. ഈ പാരൻറ്റിങ്ങും ഈ ചേഞ്ചസ് ഇനി നമ്മളുടെ നെക്സ്റ്റ് തലമുറകളിലേക്കും ഇപ്പോൾ ഉള്ളവരിലേക്കും പിന്നെ ഇപ്പോൾ ഇരിക്കുന്നവർക്ക് തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മളുടെ സെൽഫ് അവെയർനെസ്സിലൂടെ എന്താണിപ്പോൾ സംഭവിക്കുന്നത്, എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്, എന്താ നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്, നമ്മുടെ ലക്ഷ്യം എന്താണ്, പേർപ്പസ് എന്താണ്, അങ്ങനെ ക്വാളിറ്റി ഉള്ളൊരു ജീവിതം ജീവിക്കാൻ പോസിബിളാണ്. ഈ ഒരു ഉത്തരവാദിത്വം വായിച്ചിട്ടായാലും വായിച്ച് അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കി ഇൻഡിവിജ്വലായിട്ട് അറിയുക, ഗ്രൂപ്പായിട്ട് അറിയുക, എങ്ങനെയാണെങ്കിലും ഇത് നമ്മൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അത്രയേറെ നന്മയും ക്വാളിറ്റി ഇൻ ലൈഫ് അത് നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ തീർച്ചയായിട്ടും പറ്റും. താങ്ക് യു. പാരന്റിങ് എന്നത് ശരിക്കും ഒരു കോച്ചിങ് ആണോ? പാരന്റിങ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളെ നോക്കണമെങ്കിൽ ഒരു കോച്ചിങ് അത് അറ്റൻഡ് ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ? എന്റെ സംശയങ്ങൾ തീർന്നിട്ടില്ല. നിങ്ങൾക്ക് അതേ സംശയങ്ങൾ ഇപ്പൊ വന്നില്ലേ? വാ നമുക്കൊപ്പം പോയി ചോദിക്കാം. നമ്മുടെ കൂടെ ഓൺ ക്ലബ് എഫ്എമ്മിൽ ജോയിൻ ചെയ്യുന്നു ഞാൻ ബീന ധർമ്മൻ, തൃശ്ശൂർ ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന ലൈഫ് ഗൈഡ് കൗൺസിലിംഗ് ആൻഡ് ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ ഡയറക്ടറാണ്. ഒപ്പം ഈ സെന്റർ ICTA ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കൗൺസിലിംഗ് ആൻഡ് ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ തൃശ്ശൂർ ചാപ്റ്റർ ചെയർമാനുമാണ് ഞാൻ. ബീന മാം, വെൽക്കം ടു ക്ലബ് എഫ്എം. താങ്ക് യു അനഘ. കുറച്ച് നേരമായിട്ട് ഞാനും എന്റെ ലിസണേഴ്സും ഒക്കെ കൂടി ഒരു വലിയ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് പാരന്റ്സിന് ഒരു കോച്ചിങ് കിട്ടിയാൽ മാത്രമേ കുട്ടികളെ വളർത്താൻ പറ്റുള്ളൂ എന്ന അവസ്ഥയിലേക്ക് എത്തിയോ നമ്മള്? എന്റെ ഫസ്റ്റ് ആൻസർ യെസ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് മാത്രമേ വളർത്താൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രമൊന്നുമല്ല അനഘ. ഒരു ബെറ്റർ പേഴ്സണാലിറ്റി, പിന്നെ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന നമ്മുടെ ഒരു സംഗതിയുണ്ട്, ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു സ്ട്രക്ചറും അതിന്റെ ഫ്ലോ, അതിന്റെ തുടക്കം, അതിന്റെ മിഡിൽ ജേർണി, അതിന്റെ അവസാനം എന്നുള്ളതൊക്കെ അക്ഷരാർത്ഥത്തിൽ ശരിക്കും സൃഷ്ടിക്കപ്പെടുന്ന ഒരു തിരക്കഥ പോലെ തന്നെ കുഞ്ഞ് അവനവന്റെ ജീവിതം പ്ലാൻ ചെയ്ത് തുടങ്ങുമ്പോൾ ഇതുമാതിരി ഒരു കഥയും ആ കഥയിലെ നായികയും നായകനും ഒക്കെ ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ടും ആ സിസ്റ്റത്തിൽ വരും. പിന്നെ അത് ഒരു റോക്കറ്റ് പോലെയുള്ള ഒരു യാത്രയിലൂടെയാണ് ശരിക്കും സയന്റിഫിക്കായി ആ യാത്രയുടെ തുടക്കവും മധ്യത്തിലുള്ള ഒരു യാത്ര ജേർണി എങ്ങനെ നടക്കുന്നു, അതിന്റെ എൻഡ് എന്തായിരിക്കും എന്നുള്ളത് വരെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ആദ്യമേ തന്നെ എന്നുള്ളതാണ് സമ്പൂർണമായും സയൻസ് വ്യക്തമാക്കിയിട്ടുള്ളത് മനഃശാസ്ത്രപരമായി. ഇതൊന്നും അറിയാതെയാണ് നമ്മളെല്ലാം പാരന്റിങ് ചെയ്യുന്നതും. പക്ഷെ പാരന്റ്സിന്റെ കയ്യിലാണ് കുട്ടികളുടെ ആ ഒരു സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി മുഴുവൻ ഇരിക്കുന്നത്. ആണ് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം അറിഞ്ഞ് വാല്യൂസും ഡിസിപ്ലിനും അപ്ലൈ ചെയ്യണം. പിന്നെ വളരെ പ്രധാനം തന്നെയാണ് കുട്ടികളിൽ ഉത്തരവാദിത്വ ബോധം സൃഷ്ടിക്കപ്പെട്ട് കൊടുത്തിരിക്കണം എന്നുള്ളത്.